ആഗോള അന്തരീക്ഷത്തെ മാറ്റിയെഴുതിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രപരമായ നീക്കങ്ങളിൽ ഒരു പുതുയുഗം പിറക്കാനൊരുങ്ങുകയാണ്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ദീർഘകാല സൗഹൃദം കൂടുതൽ ശക്തിപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് എത്തുകയാണ്. സമുദ്ര പൈതൃകം മുതൽ വ്യവസായ വാണിജ്യ സഹകരണം വരെ ഉൾക്കൊള്ളുന്ന 4 പ്രധാന ധാരണാപത്രങ്ങൾ ഇതിന്റെ ഭാഗമായി ഒപ്പുവച്ചു. സമുദ്ര പൈതൃകം, ഗവേഷണം, നൈപുണ്യ വികസനം, കൃഷി മേഖലകൾക്ക് പുതിയ ഊർജമാവുകയാണ്. സമുദ്ര പൈതൃകവും മ്യൂസിയങ്ങളും ശാസ്ത്രീയ ഗവേഷണവും നവോത്ഥാനവും നൈപുണ്യ വികസനവും കൃഷിയും കൂടാതെ വ്യവസായ വാണിജ്യ രംഗത്തെ തന്ത്രപരമായ സഹകരണവും ഉൾപ്പെടുത്തി 4 ധാരണാപത്രങ്ങളാണ് ഒപ്പുവെച്ചത്. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും തമ്മിലുള്ള കരാർ വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ വിപുലീകരിക്കുമെന്നാണ് പ്രതീക്ഷ. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ അവസാന ഘട്ടമായാണ് പ്രധാനമന്ത്രി മോദി മസ്കറ്റിലെത്തിയത്. ഒമാൻ ഉപപ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ലഭിച്ച ഊഷ്മള സ്വീകരണം ഇന്ത്യ ഒമാൻ ബന്ധത്തിന്റെ ആഴവും സൗഹൃദവും വീണ്ടും തെളിയിച്ചു. പരമ്പരാഗത മേഖലകൾക്കപ്പുറം സഹകരണം വ്യാപിപ്പിക്കാനുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും വീണ്ടും ഉറപ്പിച്ചു. ജോയിന്റ് മാരിടൈം വിഷൻ വഴി സമുദ്ര സുരക്ഷ, പൈതൃകം, ഗവേഷണം തുടങ്ങിയ നിർണായക മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. നൂറ്റാണ്ടുകളായി ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ നിലനിന്ന ചരിത്രപരവും തന്ത്രപരവുമായ ബന്ധങ്ങളാണ് ഇതിന് അടിസ്ഥാനം. കാർഷിക സഹകരണ പരിപാടിയിൽ മില്ലറ്റ് കൃഷി, ഭക്ഷ്യ നവീകരണം, സുസ്ഥിര കാർഷിക രീതികൾ എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇത് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാനും ഗ്രാമീണ വികസനം ശക്തിപ്പെടുത്താനും സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. സാങ്കേതിക വിദ്യ, നിർമ്മാണം, അഗ്രി ബിസിനസ് മേഖലകൾക്ക് ഊർജം, ബിസിനസ് ചേംബറുകൾ തമ്മിലുള്ള വ്യവസായ ധാരണാപത്രം, സാങ്കേതിക വിദ്യ, നിർമ്മാണം, അഗ്രി ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ പുതിയ വ്യാപാര നിക്ഷേപ അവസരങ്ങൾ തുറക്കും. ഇത് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായകമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവെക്കാനുള്ള തയ്യാറെടുപ്പുകളുടെ നിർണായക ഘട്ടത്തിലാണ് മോദിയുടെ സന്ദർശനം. സ്വതന്ത്ര വ്യാപാര കരാർ ഉൾപ്പെടുന്ന ഈ ഉടമ്പടിക്ക് ഇന്ത്യയുടെ മന്ത്രിസഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സംയോജനം കൂടുതൽ ആഴപ്പെടുത്തുകയും വിവിധ മേഖലകളിൽ ഭാവി സഹകരണത്തിന് പുതിയ വഴികൾ തുറക്കുകയും ചെയ്യും. അതേസമയം ഇന്ത്യ വളരുമ്പോഴെല്ലാം അത് അതിന്റെ സുഹൃത്തുക്കളെയും വളരാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുന്നതിലേക്ക് ഇന്ത്യ പുരോഗമിക്കുകയാണെന്ന് മോദി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇത് മുഴുവൻ ലോകത്തിനും ഗുണകരമാണ്. എന്നിരുന്നാലും അടുത്ത സുഹൃത്തുക്കൾ എന്നതിലുപരി നമ്മൾ സമുദ്ര അയൽക്കാരുമായതിനാൽ ഒമാന് ഇത് കൂടുതൽ ഗുണകരമാണ്. നമ്മുടെ ആളുകൾക്ക് പരസ്പരം നന്നായി അറിയാം. തലമുറകളായി ഞങ്ങളുടെ ബിസിനസ് ബന്ധങ്ങളിൽ വിശ്വാസമുണ്ട്. കൂടാതെ പരസ്പരം വിപണികളെ ഞങ്ങൾ നന്നായി മനസ്സിലാക്കുന്നുവെന്നും അദ്ദേഹം അടിവരയിട്ടു. ഒമാനിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെയുള്ള കമ്പനികളെ വളർച്ചയിലേക്ക് നയിക്കാൻ മോദി ക്ഷണിച്ചു. കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യ നയങ്ങളിൽ മാത്രമല്ല സാമ്പത്തിക DNA-യിലും മാറ്റം വരുത്തിയതിനാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഉയർന്ന നിരക്കിൽ വളരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ ഏജൻസിയായ PTI ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.